ആമസോൺ പോലൊരു ഇ-കൊമേഴ്സ് കമ്പനി അമേരിക്കയിൽ വിജയിക്കാം, എന്നാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് അങ്ങനെ ഒന്നും വിജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ആമസോണിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ഇ-കൊമേഴ്സ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നിന്ന സച്ചിൻ ബൻസാലിനും ബിന്നി ബൻസാലിനും കേൾക്കേണ്ടി വന്ന അഭിപ്രായങ്ങളാണിത്. അന്ന് 4 ലക്ഷം രൂപയ്ക്ക് ബാംഗ്ലൂരിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ നിലവിലെ മാർക്കറ്റ് ഷെയർ 32%, ആമസോണിന്റേത് 31%. അതായത് ഒരു ദിവസം ഫ്ലിപ്കാർട്ടിൽ 10 ലക്ഷം പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നതെങ്കിൽ ആമസോണിൽ 9 ലക്ഷം പ്രൊഡക്റ്റ് ആയിരിക്കും സെയിൽ. ഫ്ലിപ്കാർട്ട് എന്ന ആ സ്റ്റാർട്ടപ്പ് മുന്നേറാൻ തുടങ്ങിയതോടെ പല മൾട്ടിനാഷണൽ കമ്പനികളും അവരുടെ ഷെയർസ് എടുക്കാനായി മത്സരിച്ചു. ഇന്നിപ്പോൾ അമേരിക്കൻ ബേസ്ഡ് വാൾമാർട്ട് എന്ന റീറ്റെയിൽ കമ്പനി ഫ്ലിപ്കാർട്ടിന്റെ 77% ഷെയറും വാങ്ങിയിരിക്കുകയാണ്. വാൾമാർട്ട് കുറെയായി ട്രൈ ചെയ്യുകയായിരുന്നു ഓൺലൈൻ ലോകത്തേക്ക് വരാൻ. അപ്പോഴാണ് അവർക്ക് ഇന്ത്യയിൽ അതിന് പറ്റിയ ഒരു ചാൻസ് കിട്ടിയത്. ആമസോണിനേക്കാൾ ഒരു പടി മുൻപിലായ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഷെയർ എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. സംഗതി ഇതൊക്കെയാണെങ്കിലും ഇത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മികച്ച കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് വിദേശത്തേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കൂടാതെ ഇവിടെയുള്ള റീറ്റെയിലേഴ്സിനെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്.